എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു കഥ പറയാം. മഹാഭാരതത്തിലും ദേവീഭാഗവതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് സുകന്യാചരിതം. മഹാഭാരതത്തിൽ ഇത് പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് വൈഡൂര്യപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു നദിയാണ് നർമ്മദാ നദി. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ നദിയുടെ തീരത്തെത്തി. നർമ്മദാ നദി എന്ന് പറഞ്ഞാൽ പുണ്യ നദിയാണ്. സപ്തനദികളിൽ ഒന്നാണ്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്നാണ് നമ്മൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗംഗാ സ്മരണ ചെയ്യുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണിത്. നർമ്മദ എന്ന് പറഞ്ഞാൽ ആ 7 പുണ്യനദികളിൽ ഒന്നാണ്. പല പല മഹർഷിമാരും ഈ പാണ്ഡവന്മാർ വനവാസകാലത്ത് വനത്തിൽ പോയി അവരെ സന്ദർശിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ വന്ന ഒരു മഹർഷിയാണ് ലോമശ മഹർഷി. അദ്ദേഹമാണ് ഈ സുകന്യയുടെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ നർമ്മദയുടെ ഈ തീരം എന്ന് പറയുമ്പോൾ ഇവർ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ത്രേതായുഗവും ദ്വാപരയുഗവും സന്ധി ചെയ്ത സ്ഥലമാണ് ഈ നർമ്മദാ നദിയുടെ തീരം എന്നാണ് മഹാഭാരതത്തിലൊക്കെ പറയണത്. അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി പറഞ്ഞു. അപ്പോഴാണ് പഞ്ചപാണ്ഡവരിൽ മൂത്തയാളായ ധർമ്മപുത്രർ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇത്രയും ശ്രേഷ്ഠമായ സ്ഥലമാവാൻ കാരണമെന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കഥ പറയുന്നത്. സൂര്യവംശ രാജാവായ ഇക്ഷ്വാകുവിൻ്റെ പുത്രനാണ് ശര്യാതി. ശര്യാതി എന്ന മഹാരാജാവിൻ്റെ മകളാണ് സുകന്യ. അപ്പോൾ ഈ ശര്യാതി മഹാരാജാവ് ഇവിടെ വെച്ചാണ് അത്ര ഗംഭീരമായിട്ടുള്ള സോമയാഗം നടത്തിയത്. ആ യാഗത്തിൽ വച്ചിട്ടാണ് അശ്വിനി ദേവകൾക്ക് സോമപാനം അനുവദിച്ചു കൊടുത്തത് എന്ന് പറയുന്നു. പൊതുവെ അശ്വിനി ദേവകൾക്ക് സോമപാനം നിഷിദ്ധമായിരുന്നു എന്നാണ് പറയണത്. അവർക്ക് അത്രയും കാലം സോമപാനം അനുവദനീയമല്ലായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഈ സോമയാഗം നടത്താനും സോമപാനത്തിന് അവർ യോഗ്യരല്ലാതായത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പോഴാണ് ഈ കഥ ലോമശ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഈ പാണ്ഡവന്മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ കഥ. ശര്യാതി മഹാരാജാവിന് 4000 പത്നിമാരുണ്ടായിരുന്നു എന്നാണ് പറയണത്. ഒരു മകൻ ഉണ്ടാവാൻ വേണ്ടി അദ്ദേഹം അനേകം വിവാഹം കഴിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. 4000 എന്നുള്ള കണക്കിന് ഒരു 1000 എന്നുള്ള ആ ഒരു സംഖ്യയ്ക്ക് അനേകം എന്നാണ് അർത്ഥം. ഓരോ ഭാര്യമാരിലും ആൺസന്താനം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരെയും വിവാഹം കഴിച്ച് ഒരുപാട് ഭാര്യമാരുണ്ടായി എന്നാണ് പറയണത്, സന്താനലാഭം മോഹിച്ചിട്ട്. പക്ഷേ ഈ സുകന്യ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി മാത്രമേ ഈ രാജാവിന് എന്നിട്ടും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയണത്. ഒരു ദിവസം ശര്യാതി രാജാവ് സൈന്യസന്നാഹങ്ങളോടെയൊക്കെ കൂടി, ആ സൈന്യസന്നാഹങ്ങളും ആകമ്പടിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വേട്ടയ്ക്ക് പുറപ്പെട്ടു. നർമ്മദാ തീരത്തേക്കാണ് അവിടെയാണ് അവർ താവളം ഉറപ്പിച്ചത്. അപ്പോൾ ഈ നായാട്ടിന് പോകുമ്പോൾ ഈ മകളുടെ തോഴിമാരും എല്ലാവരും കൂടെ അവളും പോയി എന്ന് പറയുന്നു. അച്ഛനോട് ഞാനും ഉണ്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഈ നായാട്ടിന് പോയ അച്ഛൻ്റെ കൂടെ ഇവളും പോയി തോഴിമാരുടെ കൂടെ എന്നാണ് പറയണത്. സുകന്യ കാട്ടിലെത്തിയിട്ട് ഈ പൂത്ത് തളിർത്ത് നിൽക്കണ കാടും പടലും വള്ളിക്കുടിലും
അങ്ങനെ നാട്ടിൽ കാണാത്ത പൂക്കളും ഇലകളും അതുപോലെ മരങ്ങളും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് തുള്ളിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുടെ കൂടെ ഓടി നടന്നു. അങ്ങനെ നടക്കണ സമയത്ത് ഒരു പുറ്റ് കണ്ടു. ഒരു വള്ളിക്കുടിലിൻ ഒക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു പുറ്റുണ്ട്. ആ പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തിളക്കം, ഒരെണ്ണമല്ല രണ്ടെണ്ണം. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ തിളങ്ങണത് കണ്ടു. അപ്പോൾ ആ കുട്ടിയാണ്, എന്നുവെച്ചാൽ കൗമാരം കഴിഞ്ഞ് യൗവനം ആവണേ ഉള്ളൂ. ആ യൗവനവും കൗമാരവും കൂടി സന്ധിക്കണ ഒരു അവസ്ഥ എന്നും പറയാൻ വേണമെങ്കിൽ ആ ഒരു പ്രായമാണ്. അപ്പോൾ ഒരു കൗതുകം, ഇതെന്താ അത് ഇങ്ങനെ തിളങ്ങണത് എന്ന് പറഞ്ഞിട്ട് ഒരു മുള്ളെടുത്തിട്ട് കുത്തി നോക്കി. കുത്തിയിട്ട് എന്താണെന്ന് മനസ്സിലായതൊന്നുമില്ല. രണ്ട് തിളങ്ങി കണ്ട രണ്ട് തിളക്കത്തിലേക്ക് ഓരോ കുത്തി നോക്കി. പിന്നെ അതങ്ങോട്ട് വിടുകയും ചെയ്തു. അതെന്താണെന്ന് മനസ്സിലായതുമില്ല. എന്നാൽ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളിച്ച് നടന്നു വീണ്ടും. അത് ഭൃഗു മഹർഷിയുടെ മകനാണ് ച്യവന മഹർഷി. ച്യവന മഹർഷി അവിടെ തപസ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. കാലങ്ങളായി ഇളകാത്ത തപസ്സായിരുന്നു ച്യവനൻ്റെ. വാൽമീകി ഈ പുറ്റിൽ മൂടി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് വത്മീകത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ് വാൽമീകി എന്ന് വാൽമീകിക്ക് പേര് വന്നത് എന്നൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇളകാത്ത തപസ് കൊണ്ട് കാലങ്ങളായി അങ്ങനെ ഇരുന്ന് പുറ്റുമൂടി. അങ്ങനെ ആ കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം പുറ്റു വന്നില്ല, ഒരു ദ്വാരം ഉണ്ടായിരുന്നു ആ രണ്ട് കണ്ണിൻ്റെയും ഭാഗത്ത് മാത്രം. അങ്ങനെ കണ്ണിനെ കുത്തു കിട്ടിയപ്പോൾ ഈ ച്യവന മഹർഷിക്ക് ദേഷ്യം വന്നു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. തേജസ്വിയാണ് ച്യവനൻ, തിളങ്ങുന്ന കണ്ണുകളാണ്. അതിൽ കണ്ണിൽ കുത്തുകൊണ്ടപ്പോൾ കോപം വന്നു എന്ന് പറയുന്നു ചില പുസ്തകങ്ങളിൽ. അതങ്ങനെ നിൽക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ശര്യാദി മഹാരാജാവിൻ്റെ സൈന്യത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. എന്താ പറ്റിയെന്ന് വെച്ചാൽ ആർക്കും മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി, സ്തംഭനാവസ്ഥയായി. വയറ് സ്തംഭിച്ചു എന്ന് കേൾക്കാറില്ലേ? അതന്നെ, മോഷനില്ല ആർക്കും. അതെന്താ, അപ്പോൾ 1-2 പേർക്കാണെങ്കിൽ അവരുടെ വയറിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിക്കാം നമുക്ക്. ഇതല്ല, എല്ലാവർക്കും, സൈന്യങ്ങൾ കൂടെ ഉള്ളവർക്കൊക്കെ, പരിവാരങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും മലമൂത്ര വിസർജനം സ്തംഭിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അത് പറഞ്ഞ് രാജാവ് പറഞ്ഞു. രാജാവ് വിചാരിച്ചു ഈ സൈന്യത്തിന് പെട്ടെന്നിങ്ങനെ ഇങ്ങനെ ഒരു ആപത്ത് വരാൻ എന്താ ഇപ്പോൾ കാരണം എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ സാധാരണ ഈ കാട്ടിലൊക്കെ മഹർഷിമാർ തപസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് ഈ രാജാവിനറിയാം. അപ്പോൾ അത് രാജാവ് എല്ലാവരോടും ചോദിച്ചു, സാധാരണ കാട്ടിലൊക്കെ താപസികളുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ളവരെ ആരെയെങ്കിലും ഉപദ്രവിച്ചോ എന്ന്, ആരെങ്കിലും അവർക്കൊക്കെ വല്ല ഉപദ്രവവും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഈ സൈന്യത്തിലുള്ളവരും പറഞ്ഞു, ഞങ്ങളൊന്നും ആരെയും കണ്ടില്ല, ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പരിവാരങ്ങളോട് ചോദിച്ചു, അവരും പറഞ്ഞു ഞങ്ങളും കണ്ടില്ല, അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ, ഞങ്ങളും ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മകൾ വന്നിട്ട് പറഞ്ഞു, ഈ വിവരം അറിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ ചോദിക്കണതും ഒക്കെ കേട്ടപ്പോൾ മകൾ വന്ന് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരിടത്ത് ഒരു പുറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെളിച്ചം തിളങ്ങണത് കണ്ടു. അപ്പം ഞാൻ ഒരു മുള്ളെടുത്തൊന്ന് കുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ശര്യാദി മകളെയും കൂട്ടി പോയി, നീ എവിടെയാണ് കണ്ടത്, പുറ്റ് കണ്ടത് എവിടെയാണ്, കാണിച്ചതാണെന്നും പറഞ്ഞ് പോയി കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് മഹർഷിയുടെ കണ്ണിലാണ് ഈ കുത്തിയത് എന്ന് മനസ്സിലായത്. അപ്പോൾ രാജാവ് മാപ്പ് ചോദിച്ചു ച്യവന മഹർഷിയോട്.
ച്യവന മഹർഷി എന്ന് പറഞ്ഞാൽ തപോവൃദ്ധൻ ആണ്. തപസ് ചെയ്ത് ഒരുപാട് കാലമായിട്ട് തപസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആളെയാണ് തപോവൃദ്ധൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയോവൃദ്ധനുമാണ്. വയസ്സായിരിക്കുന്നു, നല്ല വയസ്സായിരിക്കുന്നു. ശര്യാതി വേഗം തൊഴുതു നമസ്കരിച്ചു. പൊറുക്കണം, എൻ്റെ മോള് അപരാധം ചെയ്തു, അറിയാതെ ചെയ്തതാണ്, അവൾക്ക് കുട്ടിയാണ് അല്ലേ, അവൾക്ക് മാപ്പ് നൽകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ച്യവനൻ പറഞ്ഞു, അറിയാഞ്ഞിട്ടൊന്നും അല്ല, കുട്ടിത്വമല്ല, അഹങ്കാരമാണ് അവൾക്ക് യൗവനയുക്തയാണ് എന്നുള്ള അഹങ്കാരം കൊണ്ട് ചെയ്തതാണ് അവൾ എന്ന് പറഞ്ഞു. യൗവനത്തിൻ്റെ അഹങ്കാരമാണ് എന്ന് പറഞ്ഞു ച്യവനൻ. അപ്പോൾ ച്യവനൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവളെ എൻ്റെ ഭാര്യയൊക്കെ ഇവിടെ നിർത്തിക്കോളും, അല്ലാതെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും രൂപലാവണ്യം ഒക്കെയുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഈ ച്യവന മഹർഷിക്കും മനസ്സിളകി എന്നൊക്കെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് വ്യാസൻ. അപ്പോൾ അത്രയും തപോവൃദ്ധനായിട്ടും സുന്ദരിയായ ഒരു യുവതിയെ കണ്ടപ്പോൾ മനസ്സിളകി എന്നാണ് പറയണത്. എത്ര തപസ് ചെയ്തിട്ടും മനസ്സിനെ പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ ച്യവനന് പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ അല്ലേ? അങ്ങനെ വൃദ്ധനും താപസനും ഒക്കെ ആയിട്ടുള്ള ആ ച്യവനൻ്റെ പത്നിയായിട്ട് ഈ കുട്ടിയെ രാജാവ് കൊടുത്തു. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എന്താണെന്ന് വെച്ചാൽ സകലർക്കും ഇവിടെ വയറ് സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരു കുറച്ച് നേരം വിശന്നിരിക്കാൻ പറ്റും നമുക്ക് അല്ലേ, കുറച്ച് നേരമൊക്കെ നമ്മൾ വിശപ്പൊക്കെ സഹിച്ചിരിക്കും. പക്ഷേ ഇത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഈ സ്തംഭനം സഹിക്കാൻ പറ്റില്ല നമുക്ക്. ഒരു ദിവസം മോഷനുണ്ടായില്ല, അല്ലെങ്കിൽ യൂറിൻ പോയില്ല എന്ന് വെച്ചാൽ നമ്മളുടെ അസ്വസ്ഥത എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ രാജാവിന് ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല. അപ്പോൾ ഈ താപസനും വൃദ്ധനും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു മഹർഷിക്ക് എൻ്റെ മകളെ കൊടുക്കണേ എങ്ങനെയാണ്, ഇത്രയും കുട്ടിയല്ലേ അവൾ എന്നൊന്നും ആലോചിക്കാനുള്ള നേരമൊന്നും ഉണ്ടായില്ല, ആലോചിച്ചില്ല. ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ കൊടുത്തു. മുനിക്ക് കൊടുത്തു മകളെ. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു ശര്യാതി രാജാവ് സൈന്യത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചു പോന്നു. മകളെ അവിടെ നിർത്തി ച്യവനൻ്റെ അടുത്ത്. അങ്ങനെ കുറേ കാലം ച്യവനൻ എന്ന് വെച്ചാൽ വൃദ്ധനാണ്, ശുശ്രൂഷിക്കണം, എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം. കൊടും കാടാണ്. നമ്മളെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന സുകന്യയാണ്. എത്ര സുഖ സൗകര്യങ്ങളോടെ താമസിച്ചിരുന്ന കുട്ടിയാണ്. പെട്ടെന്നൊരു ദിവസം കാട്ടിൽ പെട്ടു അല്ലേ? ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്നാലും അവൾ മഹർഷിക്ക് എല്ലാം വേണ്ടതുപോലെ വേണ്ട സമയത്ത് എല്ലാം ചെയ്തു കൊടുത്തു പോന്നിരുന്നു. ചില സമയത്തൊക്കെ ഈ മറ്റുള്ള മഹർഷിമാരും അവരുടെ പത്നിമാരും എല്ലാവരും ഈ സന്ദർശനത്തിന് വരും, സുഹൃത്ത് സന്ദർശനത്തിനൊക്കെ വരും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ സ്വീകരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ കാട്ടിലല്ലേ, എന്തെങ്കിലും സുഖ സൗകര്യങ്ങളുണ്ടോ? കിടക്കാനോ ഇരിക്കാനോ നല്ല ഭക്ഷണം കഴിക്കാനോ? കായ്കനികളും ഒക്കെയാണല്ലോ അന്ന് കഴിക്കുക, ഒന്നും പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയിൽ അവൾ മനസ്സിനൊരു ചാഞ്ചല്യവും ഇല്ലാതെ ഈ ച്യവന മഹർഷിയുടെ കാര്യങ്ങൾ നോക്കി അസലായിട്ട് നല്ല രീതിക്ക് നോക്കി നടത്തി അങ്ങനെ കഴിയായിരുന്നു. ഒരു ദിവസം നദിയിൽ കുളിച്ചിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് 2 സുന്ദര കുട്ടപ്പന്മാർ വഴിയിൽ നിൽക്കുന്നു. അവളാണെങ്കിൽ അർദ്ധനഗ്നയാണ്. കാട്ടിലിപ്പോൾ വലിയ കേമായിട്ടുള്ള ഉടുക്കാനും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു മുണ്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ നാണവും മറിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുളി കഴിഞ്ഞ് പോകുമ്പോൾ
രണ്ട് സുമുഖന്മാരായിട്ടുള്ള 2 പേര് വഴിയിൽ അങ്ങനെ നിൽക്കുന്നു. സുകന്യ അവരുടെ മുമ്പിൽ പെട്ടു. ആകെ നാണം വന്നു. നാണമായി, കുട്ടിയല്ലേ എന്നുവെച്ചാൽ യൗവനയുക്തയാണ്. ഇതുപോലെ 2 യുവകോമളന്മാരുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നാണാവില്ലേ? അങ്ങനെ അവർ ചോദിച്ചു, നീ ആരാ, എന്തിനാ ഈ കാട്ടിലിങ്ങനെ അലഞ്ഞു നടക്കണത് എന്ന് ചോദിച്ചു. സുകന്യ വിവരം പറഞ്ഞു, ഞാൻ ച്യവന മഹർഷിയുടെ പത്നിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കളിയാക്കി, നിന്നെ പോലെയുള്ള ഇത്രയും യൗവനയുക്തയായ ഒരാൾ എന്തിനാ വൃദ്ധനും താപസനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയണത്? നിനക്ക് ഞങ്ങളെ ആരെങ്കിലും സ്വീകരിച്ചൂടെ എന്ന് ചോദിച്ചു. നീ നിൻ്റെ യൗവനം എന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയണത്? ഞങ്ങൾ അശ്വിനി ദേവകളാണ്. അശ്വിനി ദേവകൾ എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ വൈദ്യന്മാരാണ്. അപ്പോൾ ഞങ്ങളിൽ ആരെങ്കിലും സ്വീകരിച്ചൂടെ നിനക്ക് എന്ന് ചോദിച്ചു. സുകന്യ കാതുപൊത്തി അത് കേട്ടപ്പോൾ. പതിവ്രതയാണ്, മനസ്സിൽ പോലും വേറൊരാളെ ഇത്രയും കാലം വിചാരിച്ചിട്ടില്ല അവൾ പറഞ്ഞു, സുഖവും ദുഃഖവും ഒക്കെ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഉണ്ടാവുന്നത്. അതൊക്കെ ക്ഷണികമാണ്, ചഞ്ചലമാണ്, ചപലമാണ്. ഭോഗസുഖം മാത്രമല്ലല്ലോ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഇതുപോലെ മഹാനായ ഒരു താപസനും ഒക്കെ ആയ ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട് പോലും അന്യപുരുഷന്മാരെ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ നിങ്ങൾ ഇതുപോലെയൊന്നും എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞു. അത് കേൾക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിനി ദേവകൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, വൃദ്ധനായ നിൻ്റെ ഭർത്താവിനെ ഞങ്ങളെപ്പോലെ സുന്ദരനാക്കി തരാം, യുവാവാക്കി തരാം എന്ന് പറഞ്ഞു. എന്തു പറയണു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ, അതും എനിക്കിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാതെ പറ്റില്ല, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം, ചോദിച്ചിട്ട് സമ്മതമാണെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ സുകന്യ പോയി ച്യവന മഹർഷിയോട് പറഞ്ഞു, ഇങ്ങനെ അശ്വിനി ദേവകളുണ്ട് അവിടെ നിൽക്കണു, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, യൗവനം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ച്യവനന് ഉത്സാഹമായി. ച്യവനം വേഗം പോന്നു വള്ള കൂടെ. യൗവനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാ സ്വീകരിക്കാതിരിക്കുക അല്ലേ? അപ്പോൾ അശ്വിനി ദേവകൾ ച്യവനനെ അവിടെ ഒരു തടാകം ഉണ്ടത്രേ. ആ തടാകത്തിൽ മുങ്ങാൻ പറഞ്ഞു. അപ്പോൾ മുങ്ങിയപ്പോൾ ഈ അശ്വിനി ദേവകളും ച്യവന മഹർഷിയും ഒന്നിച്ചാണ് മുങ്ങിയത്. ഒന്നിച്ചു മുങ്ങി ഒന്നിച്ചു പൊങ്ങി വന്നു. പൊങ്ങിയപ്പോൾ എന്തായി? എല്ലാവർക്കും ഒരേ രൂപം, ഒരേ പ്രായം, ഒരേ ഛായ. എല്ലാവരും കണ്ട ഒരുപോലെ. എന്താ വേണ്ടതെന്ന് ഇവൾക്ക് അറിയാതെയായി, ബുദ്ധിമുട്ടായി. അതിലൊരാളെ സ്വീകരിച്ച്, ഒരാളെ സ്വീകരിച്ചോളൂ എന്നാണ് അവളോട് ഇവർ പറഞ്ഞതേ. പക്ഷേ ശരിക്കും തൻ്റെ ഭർത്താവായ ച്യവന മഹർഷി ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി. ആദ്യം ഒന്ന് അമ്പരന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അവൾ ആലോചിച്ചപ്പോൾ, അവളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ശരിക്കുള്ള ഭർത്താവിനെ അവൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ശരിയാതെയല്ല, ച്യവന മഹർഷിയെ തന്നെ അവൾ ചൂണ്ടിക്കാണിച്ചു, ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് അവൾ ച്യവന മഹർഷിയെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അശ്വിനി ദേവകൾക്ക് സന്തോഷമായി. ച്യവനനെയും സുകന്യയെയും ഒക്കെ അനുഗ്രഹിച്ചു. യൗവനവും സൗന്ദര്യവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ച്യവന മഹർഷി പറഞ്ഞു, ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങളെ ഞാൻ സോമപാന യോഗ്യരാക്കാം
എന്ന് പറഞ്ഞു. അങ്ങനെ സോമപാന യോഗ്യരാക്കി തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിനി ദേവകൾക്ക് സന്തോഷമായി. അവർ പോയി, തിരിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ശര്യാതി മഹാരാജാവുണ്ടല്ലോ, കാട്ടിലേക്ക് സുകന്യയെ അവിടെ ഇട്ടിട്ട് പോയതാണല്ലോ. ച്യവന മഹർഷി അന്ന് പറഞ്ഞ സമയത്ത് സുകന്യയെ കാട്ടിൽ വിട്ടിട്ട് പോയതാണ് അല്ലേ. ആ മഹർഷിയുടെ അടുത്ത് ശര്യാതി ഒരു ദിവസം മകളെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഈ കാട്ടിലേക്ക് പുറപ്പെട്ടു, നർമ്മദയുടെ തീരത്തേക്ക്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്താ ഉണ്ടായ, വൃദ്ധനായ ഒരു താപസൻ്റെ അടുത്താണ് അന്ന് വിട്ടിട്ട് പോയത് അല്ലേ. പക്ഷേ ഇപ്പം സുന്ദരനും യുവാവും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് അവളുടെ കൂടെ. അപ്പോൾ ആദ്യം മഹാരാജാവ് അത്ഭുതപ്പെട്ടു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുകന്യ പണ്ട് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി എന്ന്. ആ സമയത്ത് ച്യവന മഹർഷി ശര്യാതി രാജാവിനോട് ഒരു കാര്യം പറഞ്ഞു. മഹാരാജാവിനോട് ഒരു യാഗം നടത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തരണം, നമുക്കിവിടെ ഒരു സോമയാഗം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. ഭാര്യയുടെ അച്ഛനല്ലേ, പിന്നെ മഹാരാജാവുമാണ്, എല്ലാ സൗകര്യവും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാട്ടിൽ അതിനൊന്നും ഉള്ള പ്രാപ്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് വേഗം അതിനുള്ളതെല്ലാം ഒരുക്കി കൊടുത്തു. അങ്ങനെ അശ്വിനി ദേവകളോട് അവർക്കൊരു ഓഫർ കൊടുത്തിരുന്നല്ലോ പണ്ട്, യുവാവാക്കി കഴിഞ്ഞപ്പോൾ അത് നടത്തി കൊടുക്കാം എന്നാണ് ച്യവനം വിചാരിച്ചത്. അങ്ങനെ യാഗം തുടങ്ങി. അപ്പം ഇന്ദ്രൻ അതറിഞ്ഞു. ഇന്ദ്രന് ദേഷ്യം വന്നു. യാഗസ്ഥലത്തെത്തി. സോമപാനം അശ്വിനി ദേവകൾക്ക് നിഷിദ്ധമാണ്, അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ. അതെന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ പറ്റാത്തത്, അവരെന്തുകൊണ്ടാണ് അതിന് യോഗ്യരല്ലാതെ ആവുന്നത് എന്ന് തിരിച്ചു ചോദിച്ചു ച്യവന മഹർഷി. അപ്പോൾ അവരുടെ കർമ്മം കൊണ്ട് ആണത്രേ അവർ അയോഗ്യരാകുന്നത്. അവർ വൈദ്യന്മാരായതുകൊണ്ട് സോമപാനത്തിന് യോഗ്യരല്ല എന്നാണ് ഇന്ദ്രൻ പറയണത്. ഇവരുടെ കർമ്മം അതിന് യോജിച്ചതല്ല എന്നാണ് പറയണത്. അപ്പം ച്യവനൻ പറഞ്ഞു, ഞാനാണ് യാഗം ചെയ്യുന്നത് എന്നാണെങ്കിൽ അവർക്ക് ഞാൻ സോമം കൊടുക്കുക തന്നെ ചെയ്യും എന്ന്. സോമം എന്ന് പറഞ്ഞ് സോമലത എന്ന് കേട്ടിട്ടില്ലേ? സോമലത ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള ഒരു നീരാണ് ഈ സോമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോമയാഗം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു യാഗമാണ്. ആ യാഗത്തിൻ്റെ ഏതോ ഒരു സമയത്താണ് ഈ സോമപാനം ദേവകൾക്ക് കൊടുക്കുന്നത്. അതിനുള്ള പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ അശ്വിനി ദേവകൾക്കത് കിട്ടാറില്ല. ഈ സമയത്ത് ച്യവനം പറഞ്ഞു, സോമയാഗം നടത്തുന്നത് ഞാനാണെങ്കിൽ അത് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഇന്ദ്രൻ്റെ ദേഷ്യം വന്നു. ഇന്ദ്രൻ വേഗം വജ്രായുധം എടുത്തു പിടിച്ച് മഹർഷിയെ വെട്ടാൻ ഓങ്ങി. പക്ഷേ സ്തംഭിപ്പിച്ച് കളഞ്ഞു. ആ കയ്യ് മരവിപ്പിച്ചു. ച്യവന മഹർഷി തപശക്തി കൊണ്ട് ഇന്ദ്രൻ്റെ കയ്യ് മരവിപ്പിച്ചു. അനങ്ങാൻ പറ്റാത്ത പോലെയായി. ഇന്ദ്രൻ ആ വജ്രായുധം എടുത്ത് പിടിച്ച് ഓങ്ങി നിൽക്കണ പോലെയായി. കൈ അനക്കാൻ പറ്റാണ്ടേ പ്രതിമ പോലെ അങ്ങനെ നിന്നു. അപ്പോൾ ഈ യാഗത്തിൻ്റെ ഇടയിൽ ഭീമാകാരമായിട്ടുള്ളൊരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും മദൻ എന്നാണ് അതിൻ്റെ പേര്. അത് ഇന്ദ്രൻ്റെ തന്നെ ഉള്ളിലുള്ള മദം രൂപം പൂണ്ടതാണ് എന്നാണ് പറയണത്. അതിൻ്റെ ഭീകരത എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതിനെ വിസ്തരിച്ച് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. ച്യവനൻ ആ രൂപത്തെ 4 പകുത്തു അത്രേ. അങ്ങനെ ആ മദൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ
ഇന്ദ്രൻ ഒന്ന് താണു ച്യവനനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, നിനക്ക് കീർത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഉരുണ്ട് കളിച്ചു. അത് അവസരോചിതമായിട്ട് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്തും പറയുന്ന ആളാണ് ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ യാഗത്തിൽ വെച്ച് അശ്വിനി ദേവകൾക്ക് സോമപാനം സാധ്യമാക്കി കൊടുത്തു ച്യവന മഹർഷി. അങ്ങനെ തപശക്തി കൊണ്ട് കെട്ടിയിട്ട പോലെയായ ഇന്ദ്രനെ ച്യവനൻ വിട്ടയക്കുകയും ചെയ്തു. അശ്വിനി ദേവകൾക്ക് സോമപാനം സാധ്യമായി. ച്യവനൻ ഈ മദൻ എന്ന് പറഞ്ഞ ആ രൂപത്തെ പകുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, 4 പകുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ആ 4 ഭാഗവും ഓരോ വസ്തുക്കളിൽ നിക്ഷേപിച്ചു അത്രേ എന്ന് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചൂതുകളി, നായാട്ട്, മദ്യപാനം, പിന്നെ സ്ത്രീകൾ. ഈ 4 വസ്തുക്കളിലാണത്രേ അതൊക്കെ നിക്ഷേപിച്ചത്. ചൂത് കളിക്കുന്നിടത്ത് മതം ഉണ്ടാവും, നായാട്ടിൻ്റെ സമയത്ത് മതം ഉണ്ടാവും, മദ്യപാനികൾക്ക് മതമുണ്ടാവും, സ്ത്രീകൾക്കും അത്യാവശ്യം പ്രാപ്തിയും കഴിവും സൗന്ദര്യവും ധനവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്കും മതമുണ്ടാവും എന്നാണ് പറയണത്. അതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ. സ്ത്രീകൾക്ക് മതമുണ്ടാവുന്നത് എപ്പോഴാണെന്ന് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ മനസ്സിലാവും മതമുള്ളവരെ കാണുമ്പോൾ അല്ലേ. അതെപ്പോഴാണ് എന്നാണ് പറയണത്. സാമാന്യം പോലെ അല്ലാതെ എല്ലാവരെക്കാളും ഞാൻ കുറച്ച് മുകളിലാണ് എന്നൊക്കെ തോന്നണ സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിലായാലും ഞാൻ മറ്റുള്ളവനേക്കാളും കുറച്ചും കൂടിയും ബെറ്ററാണ് എന്ന് തോന്നണ സമയത്ത് ആർക്കായാലും തോന്നും ഈ മതം. അങ്ങനെയാണ് ഈ സുകന്യ ചരിതം ഉണ്ടായത്. പാതിവൃത്യം കൊണ്ട് സുകന്യ അതിപ്രശസ്തയായി തീർന്നു. പിന്നീട് ഇന്നത്തെ കാലത്തും നമ്മൾ ഭാഗവതവും അതുപോലെ ദേവി ഭാഗവതവും മഹാഭാരതവും ഒക്കെ വായിക്കുന്ന സമയത്ത് ഇതെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ഈ സുകന്യയുടെ ചരിതം ഇന്നും പാടുന്നു എല്ലാവരും എന്നാണ് പറയുന്നത്. ഇതാണ് സുകന്യയുടെ കഥ. ഈ കഥ കേൾക്കുന്നവർ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരഭിപ്രായം അറിയിക്കുക, ഒരു ലൈക്ക് ഇടുക. അടുത്തൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.